ഗായ്സ്, ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിനായാലും ചിലർക്ക് മാത്രം ലഞ്ചിനും ഡിന്നറിനായാലും നമ്മൾ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കടലക്കറി. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു. ഇനി നമുക്ക് എങ്ങനെയാണ് ആ കടലക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ ഫോർ ടു മേക്ക് ദാറ്റ് കടലക്കറി. ഓക്കെ, അരിഞ്ഞു വെച്ച 2 മീഡിയം സൈസ് സവാളയും ഒരു കഷ്ണം ഇഞ്ചിയും വെളിച്ചെണ്ണയിൽ സോട്ട് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. കാരണം ഞാൻ ഓൾറെഡി കടലയിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളിടാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്തതിന് ശേഷം നമ്മൾ ഇടാൻ പോകുന്നത് മീറ്റ് മസാലയാണ്. ഈസ്റ്റേൻ്റെ മീറ്റ് മസാലയാണ്. ഇത് കുറച്ചുകൂടി ടേസ്റ്റ് നൽകും. എനിക്കിത് കൈക്കണക്കാണ്. നിങ്ങളൊരു 3/4 ടീസ്പൂണോളം ഇട്ടാൽ മതി. അത് ഒരു നല്ല ഫ്ലേവർ നമുക്ക് നൽകും. അടുത്തതായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഗ്രൗണ്ട് സിനമൺ ആണ്. എൻ്റെ കടലക്കറിയുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ അത് ചേർക്കേണ്ട, അത് കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ സോട്ട് ചെയ്യുന്നതിന് വെളിച്ചെണ്ണ കുറവാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്, ഞാൻ വേവിച്ച് വെച്ച കടലയിൽ നിന്നും ഒരു 1/4 ഭാഗം കടല ഞാൻ ഉടച്ചു വെച്ചിട്ടുണ്ട്. ആ സ്മാഷ് ചെയ്ത കടല ഞാൻ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി കടല കൂടി ഞാൻ ഒഴിക്കുകയാണ്. 8 വിസിലാണ് ഞാൻ കടല വേവിച്ചെടുത്തിരിക്കുന്നത്. അത് ഹൈ ഫ്ലെയിമാണ്, അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. പിന്നെ കടലക്കറി നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾ തീ കുറവാണെങ്കിൽ കുറച്ച് കൂട്ടി വയ്ക്കുക. ഇതിനു ശേഷം ഈ സ്റ്റോക്കും ഈ സ്മാഷ് ചെയ്ത കടലയും കൂടി ചേർന്നാണ് ഈ കടലക്കറിക്ക് നല്ല ഒരു തിക്നെസ് നൽകുന്നത്. അത് ഒരിക്കലും മറക്കാതിരിക്കുക. സ്മാഷ് ചെയ്ത് ചേർക്കുന്നതിലൂടെയാണ് കടലക്കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമുക്ക് കിട്ടുക. നമ്മുടെ കടലക്കറി അടച്ചു വെച്ച ശേഷം കടലക്കറി റെഡി ആയിരിക്കുന്നു.